ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു, ദിക്റുൽ അംബിയായി ഇബാദ, ദിക്റുസ് സ്വാലിഹീന കഫാറ. അംബിയാക്കളെ പറയാന്നുള്ളിടത്ത് തഫ്സീറിൽ കാണും ഐ ദിക്റു അസ്മാഇഹിം, പോലെ പേര് പറയാം. വെറുതെ ഇങ്ങനെ ആദൻ നബി, നൂഹ് നബി, ഇബ്രാഹിം നബി എന്ന് വെറുതെ ഇരിക്കുമ്പോൾ പറഞ്ഞാൽ തന്നെ കൂലിട്ടും. വെറുതെ ഇങ്ങനെ പറയാം. അത്തിപ്പറ്റ ഉസ്താദ്, അത്തിപ്പറ്റ മൊയ്തീൻ മുസ്ലിയാർന്ന് വെറുതെ പറഞ്ഞാൽ കൂലിട്ടും. സാലിഹീങ്ങളുടെ പേര് വെറുതെ പറഞ്ഞാൽ കൂലി കിട്ടും. ഹുമാദമുൻ ഇദ്രീസുൻ ഹുദുമ സാലിഹ് വ ഇബ്രാഹീമു കുല്ലും മുത്തബ ലൂത്തും വ ഇസ്മാഈലു ഇസ്ഹാഖുൻ കദാ യാഖൂബു യൂസുഫു വ അയ്യൂബു ഹ്തദാ ശുഐബു ഹാറൂനു വ മൂസാ അൽയസ ദുൽകിഫിലി ദാവൂദു സുലൈമാനുത്തബ. ഞാൻ ഇപ്പം ചൊല്ലിയ ഈ ബൈത്ത് കിഫായത്തുൽ അവാം എന്ന് പറഞ്ഞ കിതാബിലുള്ളതാണ്. കിഫായത്തുൽ അവാം എന്ന് പറഞ്ഞ കിതാബ് ഇമാമാരി ഇഷാമാരിവിൻ്റെ ഇടയിൽ ചെല്ലണ 15 വക ഏടിലുള്ളതാണ്. വെറുതെ ഓലെ പേരിങ്ങനെ ചെല്ലിയാൽ തൊൽസമാത്തിൻ്റെ കിതാബിൽ കിഫായത്തുൽ അവാം ചെല്ലിയാൽ ടെൻഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വെറുതെ സാലിഹ്യങ്ങളുടെ പേരിങ്ങനെ പറഞ്ഞാൽ കൂലിട്ടും. ബദരീങ്ങളുടെ പേരിങ്ങനെ പറയാം. അലിഫൻ സുബൈറു യുബ്രിഉ സഅദുൻ സഈദുൻ ഹാനിഉ അസ്അദു ഇമ്രാനു വഉ ബയ്യുൻ ഉബയ്യുൻ അബ്ദുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. വെറുതെ പറഞ്ഞാൽ കൂലിട്ടും. അന്തിസ് ഇനിസ്വത്തുൻ വഫാത്തുൽ മുസ്തഫ ഖുയ്യിർന ഫഖ്തറിന നബിയൽ മുഖ്തഫ ആയിഷത്തും വ ഹഫ്സത്തും വ സൗദ സഫിയത്തും മൈമൂനത്തും വ റംല ഹിന്ദും വസൈനബും കദാ ജുവൈരിയ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയ. സാലിഹ്യങ്ങളുടെ പേര് വെറുതെ പറഞ്ഞാൽ കൂലിട്ടും. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അമ്പിയാക്കളുടെ പേര് പറയാം, ഔലിയാക്കളുടെ പേര് പറയാം. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി മഹാനവർകളുടെ ആണ്ടുമാസം കൂടിയാണ് അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ആണ്ടുമാസം റബീഉൽ ആഖിർ. മുഹിയുദ്ദീൻ എന്നത് പേരിനപ്പുറം അതൊരു സ്ഥാനപ്പേര് കൂടിയാണ്. മുഹിയുദ്ദീൻ ഷേഖിൻ്റെ ഒറിജിനൽ പേര് അബ്ദുൽ ഖാദിർ എന്നാണ്, എല്ലാവർക്കും അറിയും. വാപ്പട്ട പേര് അബ്ദുൽ ഖാദിർ എന്നാണ്. മുഹിയുദ്ദീൻ എന്ന സ്ഥാനപ്പേരാണ്. ആർക്കും മുഹിയുദ്ദീൻ ആവാൻ പറ്റും. മുഹിയുദ്ദീൻ കുട്ടിയോലൊരു മൈരി ആയാൽ മതി, ആർക്കും ആവാൻ പറ്റും. അതൊരു ഗുണമാണ്, അതൊരു വിശേഷണമാണ്. ഈ ഉമ്മത്തിലെ ആദ്യത്തെ മുഹിയുദ്ദീൻ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. എന്താ കാരണം എന്നറിയങ്ങൾ? മൂപ്പര് ചെയ്ത ഇഹിയാ എന്ന് പറഞ്ഞാൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദാറുൽ അർഖമിൽ ഒളിച്ചിരുന്നാണ് ദഅവത്ത് നടത്തിയിരുന്നത്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നപ്പോൾ നബി തങ്ങളെ കാണാൻ വേണ്ടി ചെന്നു. ദാറുൽ അർഖം ചെന്നിട്ട് ചോദിച്ചു, പൊന്നാര നബിയെ, നമ്മൾ ഈ പറയണത് സത്യമല്ലേ എന്ന് ചോദിച്ചു. ആ ഉമറെ സത്യമാണല്ലോ പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്കത് ഉറക്ക പറഞ്ഞൂടെ എന്ന് ചോദിച്ചു. ഉറക്ക പറയാലോ പറഞ്ഞു. എന്നാൽ നിങ്ങൾ നീച്ചാണി നമുക്ക് പോകാന്ന് പറഞ്ഞങ്ങാണ്ട് ഈ ഉമ്മത്തിൽ ആദ്യത്തെ തക്ബീർ ജാഥ കഅബയിലേക്ക് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുഹിയുദ്ദീനാണ്. അതുവരെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. മൂപ്പര് നീപ്പിച്ചു. മൂപ്പര് നീപ്പിച്ചിങ്ങാണ്ട് തക്ബീർ ചൊല്ലിയിട്ട് ഇങ്ങനെ നടന്നു കഅബൻ്റെ അടുത്തേക്ക്. തക്ബീർ ചൊല്ലിയിട്ട് കഅബൻ്റെ ചുറ്റുഭാഗത്തും ഇങ്ങനെയാണ് നടന്നു. നമ്മളെക്കൊണ്ട് ഈ ദീനിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാൽ, ഒരു നേട്ടം ഉണ്ടായാൽ, ദീനിൽ മുടങ്ങിക്കടന്നിരുന്ന എന്തെങ്കിലും ഒന്ന് ഹയാത്തായാൽ ഞമ്മക്കും മുഹിയുദ്ദീനാവാം. അതിനുവേണ്ടിയാണല്ലോ പരിശ്രമിക്കേണ്ടത്. എന്തേ നമ്മളെ കൊണ്ടുണ്ടായത് എന്ന് പരിശോധിക്കണം. നമ്മളെ കൊണ്ട് എന്തേണ്ടായി? ഒരു പള്ളി ഹയാത്തായോ, ഒരു മദ്രസ ഹയാത്തായോ, ഒരു കോളേജ് ഹയാത്തായോ, ഒരു കുടുംബം ഹയാത്തായോ ഒക്കെ പറ്റും. ഒരു റിലീഫ് പ്രവർത്തനം ഹയാത്തായോ, എന്തെങ്കിലും ഒന്ന് നമ്മളെ കൊണ്ട് ഹയാത്തായ നമുക്ക് മുഹിയുദ്ദീനാവാം. അതുകൊണ്ട് എല്ലാവരും മുഹിയുദ്ദീനാവാൻ പരിശ്രമിക്കണം. അതൊരു പേര് എന്നതിനപ്പുറം ഒരു സ്ഥാനപ്പേര് കൂടിയാണ്. അതേമാതിരി ആയാൽ എല്ലാവർക്കും ആവാൻ പറ്റും.
മുഹിയുദ്ദീൻ എന്ന പേര് ഗൗസുൽ ആദമിനെ അള്ള വിളിച്ചു എന്ന് മുഹിയുദ്ദീൻ മാലയിലുണ്ട്. ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അതൊരു ലിസാനുൽ ഹാല് കൊണ്ടുള്ള വിളിയാണ്, അല്ലാതെ അള്ളാഹു തആല വന്നുകൊണ്ട് വിളിക്കല്ല. ലിസാനുൽ ഹാലി എന്ന് പറഞ്ഞാൽ സന്ദർഭത്തിൻ്റെ നാവ് കൊണ്ടുള്ളൊരു വിളിയാണ്. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇഹ്യാ ഉലൂമുദ്ദീനിനെ അടിസ്ഥാനപ്പെടുത്തി ആളുകൾക്ക് ബോധനം നൽകുകയും ആളുകളെ ഹയാത്താക്കുകയും ചെയ്തതിനാൽ ഹാലിയായ നാവ് കൊണ്ട് മഹാനവറുകൾക്ക് മുഹിയുദ്ദീൻ എന്ന് പേര് വിളിക്കപ്പെട്ടു. ഈ ഉമ്മത്തിലെ ആദ്യത്തെ വലിയ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് കാണാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. നഫ്സ് എന്ന് പറഞ്ഞാൽ മനസ്സ്, നഫ്സ് എന്ന് പറഞ്ഞാൽ മനസ്സ് എന്നാണ്. അതായത് ഒരു മനുഷ്യന് ദുനിയാവിൽ 6 ആവശ്യങ്ങളാണുള്ളത് എന്നാണ്. എല്ലാവർക്കും 6 ആവശ്യമുള്ളൂ. 2 ആവശ്യങ്ങൾ ശരീരത്തിൻ്റെതാണ്, 2 ആവശ്യങ്ങൾ ആത്മാവിൽ, 3 ആവശ്യങ്ങൾ ശരീരത്തിൻ്റെതാണ്, 3 ആവശ്യങ്ങൾ ആത്മാവിൻ്റെതാണ്. ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 3 എണ്ണം. ഒന്ന് ഭക്ഷണവും വെള്ളവും, രണ്ടാമത്തേത് ഉറക്കവും വിശ്രമവും, മൂന്നാമത്തേത് സുഖാസ്വാദനങ്ങൾ. സുഖാസ്വാദനം എന്ന് പറഞ്ഞാൽ നല്ല തുണിങ്കുപ്പായ എടുക്കുക, നല്ല വീടുണ്ടാക്കുക, നല്ല വാഹനത്തിൽ യാത്ര ചെയ്യുക, അത്തർ പൂശുക, ഇതൊക്കെയാണ് സുഖാസ്വാദനങ്ങൾ. അത്തർ പൂശിലാച്ചിട്ട് റൂഹിനൊന്നും പറ്റൂല, ശരീരത്തിനാ പറ്റുക. തിന്നിലാച്ചിട്ട് റൂഹിന് ഓൻ്റെ റൂഹാകെ കുഴങ്ങി ഉച്ചക്ക് ചോറ് കഴിക്കായിട്ട് അങ്ങനെ ഉണ്ടാവില്ല. ശരീരത്തിന് 3 ആവശ്യമാണ്: തിന്നുക, കുടിക്കുക, ഉറങ്ങുക, വിശ്രമിക്കുക, സുഖങ്ങൾ ആസ്വദിക്കുക. ആത്മാവിന് 3 ആവശ്യങ്ങളാണ്. ഒന്ന് ഇലാഹിയായ സാമീപ്യമാകുന്നു, രണ്ടാമത്തേത് ഇൽമാകുന്നു, മൂന്നാമത്തേത് ദിക്റാകുന്നു. തുമഇനീനത്തുൽ ഖൽബ് കിട്ടും ദിക്ർ കൊണ്ട്. അപ്പോൾ നഫ്സിൻ്റെ ആവശ്യങ്ങൾ 3, ജസദിൻ്റെ ആവശ്യങ്ങൾ 3. നഫ്സിൻ്റെ ആവശ്യങ്ങൾക്ക് മുൻതൂക്കം നൽകിയവർക്ക് ആത്മാവിൻ്റെ ആവശ്യങ്ങൾക്ക് മുൻതൂക്കം നൽകിയവർക്ക് ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ പ്രസക്താവില്ല. ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയവർക്ക് ആത്മാവിൻ്റെ ആവശ്യങ്ങൾ പ്രസക്താവില്ല. ആത്മാവിൻ്റെ ആവശ്യമായ ഇലാഹിയായ സാമീപ്യം, ഇൽമ്, ദിക്ർ, 3 കാര്യങ്ങൾക്ക് ഒരാൾ പ്രാധാന്യം നൽകിയാൽ പിന്നെ തീറ്റയും കൂടിയും പ്രശ്നം ഉണ്ടാവില്ല എന്നാണ്. കൊട്ടാരം വിട്ട സുൽത്താൻ കൊട്ടാരം വിട്ടതിന് ശേഷം ഭക്ഷണം കഴിച്ചിരുന്നില്ലെന്നാണ് സയ്യിദുനാ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. മാനവറുകൾ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല, പിന്നെ അങ്ങനെ പോകുകയായിരുന്നു. ആത്മാവിൻ്റെ ആവശ്യങ്ങൾക്ക് മുൻതൂക്കം നൽകിയവർക്ക് ഭക്ഷണം പ്രശ്നമല്ല. ഒരു ദിവസം ഒരാൾ ഒപ്പം കൂടി, അന്നാണ് മൂപ്പര് ചോറ് കഴിച്ചതെന്നാണ്. ഒപ്പരാൾ കൂടി, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഒരാൾ കൂടി. മൂപ്പര് ചോദിച്ചു, ഞങ്ങളൊപ്പം പോരട്ടെ ചോദിച്ചു. പോന്ന കുഴപ്പമൊന്നുമില്ലായിരുന്നു, ചിലവൊന്നുമില്ലല്ലോ, ഏതായാലും അങ്ങനെ കൊണ്ടുപോയി. കുറേണ്ട് എത്തിയപ്പോൾ ഒപ്പമുള്ള ആൾക്ക് പൈച്ചാൻ തുടങ്ങി. ഞാൻ ഈ പറയുന്ന സംഭവം അബ്ദുല്ലാഹിൽ യാഫി റളിയല്ലാഹു അൻഹു തൻ്റെ ഇർഷാദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒപ്പമുള്ള ആൾക്ക് വിശക്കാൻ തുടങ്ങി. അപ്പം മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, പൈച്ചിനുണ്ടോ ചോദിച്ചു. നല്ലോണം പൈച്ചുണ്ട് പറഞ്ഞു, നല്ല വിശക്കുണ്ട് പറഞ്ഞു. അതിലൊരു കടലാസും ഒരു പേനയും കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു കടലാസും ഒരു പേനയും കൊണ്ടുവന്നിട്ട് അതിൽ 3 വരി ഇങ്ങനെ എഴുതി: അന ഹാമിദുൻ അന ശാകിറുൻ അന ദാകിറു അന ജായിഉൻ അന നായിഉൻ അന ആരി ഹിയ സിത്തത്തുൻ വനല്ലമീനു ലിനിസ്ഫിഹാ ഫകുനില്ലമീനു ലിനിസ്ഫിഹാ യാ ബാരി മദ്ഹി ലിഗൈരിക ലഹ്ബുനാരിൻ ഖുൽതുഹാ ഫാജിർ ഉബൈദക മിൻ ദുഖൂലിൻ നാരി. 3 വരി. അന ഹാമിദുൻ, അല്ലാഹുവേ ഞാൻ നിനക്ക് ഹംദ് ചെയ്യാറുണ്ട്. അന ഷാക്കിറുൻ, ഞാൻ നിനക്ക് ശുക്ർ ചെയ്യാറുണ്ട്. അന ദാക്കിറുൻ, ഞാൻ നിനക്ക് ദിക്ർ ചെയ്യാറുണ്ട്. അന ജായിഉൻ, ഞാൻ വിശന്നവനാണ്. അന നായിഉൻ, ഞാൻ ദാഹിച്ചവനാണ്.
അന ആരി, എനിക്ക് മര്യാദക്ക് വസ്ത്രം ധരിക്കാനില്ലാത്തവനാണ്. ഹിയ സിത്തത്തുൻ, ഇപ്പം ഞാൻ പറഞ്ഞത് 6 കാര്യമാണ്. വ അനൽ ലമീലുൽ നിസ്വിയ, 3 ഞാൻ ചെയ്യേണ്ടതാണ്. ഹംദ് ചെയ്യണം, ശുക്ർ ചെയ്യണം, ദിക്ർ ചെയ്യണം, 3 ഞാൻ ചെയ്യേണ്ടതാണ്. ഫക്കുനിൽ ലമീലുൽ നിസ്വിയ യാ ബാരി, ബാരിയായ അള്ളാഹുവേ 3 എൻ്റെ പരിപാടിയാണ് പറഞ്ഞു. 3 ഞാൻ ചെയ്യേണ്ടതാണ്, അത് ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി 3 എൻ്റെ പരിപാടിയാണ്, അത് ചെയ്യണം. ഞാൻ ചെയ്യണ്ടേ, ഞാൻ ചെയ്യുമ്പോൾ നീയണ്ടേ. എന്താ അങ്ങനെ പറയാൻ കാരണം? മദ്ഹീലി ഗൈരിക ലഹ്ബുനാരിൻ ഖുൽതുഹ, ഇയ്യല്ലാത്തൊരാൾ എനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു തന്നാൽ ഓ നല്ലോനാന്ന് ഞാൻ പറയേണ്ടി വരും. അതെനിക്ക് തീയ് ചാടണ മാതിരിയാണ്, ഇന്നെക്കൊണ്ട് പറ്റൂലായിരുന്നു. കടലാസ് ചുരുട്ടി മടക്കിയിട്ട് ചങ്ങായിൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇതിനാണ് പോയിട്ട് ആദ്യം കാണുന്ന ആൾക്കാണ് കൊടുത്തളാറുണ്ട്. മൂപ്പര അതിനാണ് പോകുമ്പോൾ കുതിരപ്പുറത്തൊരാൾ വരുന്നുണ്ട്, ആദ്യം കാണുന്ന ആൾക്ക് കൊടുക്കാനല്ലായിരുന്നു. ഈ എഴുത്താണ് കൊടുത്തു. അയാൾ കുതിരപ്പുറത്തുനിന്ന് 100 വെള്ളി നാണയത്തിൻ്റെ കീഴെടുത്തുകാണ്ട് കൊടുത്തു. അതേറ്റ് വന്നിട്ട് പറഞ്ഞു, എന്നാൽ നമ്മൾ ഭക്ഷണം എന്തെങ്കിലും കൊണ്ടുവരല്ലേ, പൊറാട്ടയും ഗ്രീൻ പീസും എന്തെങ്കിലും കൊണ്ടുവരല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ മഹാനായവർ പറഞ്ഞു, കൊണ്ടുവരാനായിട്ടില്ല, ഒന്നുകൂടിയും വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുതിരപ്പുറത്ത് പോയിരുന്ന ആളിങ്ങനെ വരുന്നുണ്ട്. അയാൾ കുളിച്ച് റെഡിയായി വന്നിട്ട് പറഞ്ഞു, എനിക്ക് കെലിമ ചൊല്ലിത്തരീന്ന് പറഞ്ഞു. അങ്ങനെ കെലിമ ചൊല്ലിക്കൊടുത്തതിന് ശേഷം ഈ പൊതി എടുത്തിട്ട് തുറന്നിട്ട് ഇന്നഞ്ഞ് പോയി ഭക്ഷണം കൊണ്ടുവരുമെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ടവർ. അപ്പോൾ എന്തേ പറയാൻ കാരണം വെച്ചാൽ കൊട്ടാരം വിട്ടതിന് ശേഷം മഹാനവറുകൾ ഭക്ഷണം കഴിച്ചിരുന്നില്ല. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കാത്ത ധാരാളം സന്ദർഭം. 40 വർഷം ഭക്ഷണം കഴിച്ചില്ല, 40 വർഷം വെള്ളം കുടിച്ചില്ലെന്ന് ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുഹിയുദ്ദീൻ മാലയിലുണ്ട്. ഭക്ഷണം വെള്ളമൊന്നും കുടിക്കാതെ 40 വർഷം. അങ്ങനെ എത്ര മഹത്തുക്കൾ. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ആത്മാവിൻ്റെ 3 ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയാൽ ശരീരത്തിൻ്റെ 3 ആവശ്യത്തിന് പ്രാധാന്യം ഉണ്ടാവില്ല. ശരീരത്തിൻ്റെ 3 ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയാലോ ആത്മാവിൻ്റെ 3 ആവശ്യത്തിന് നേരം ഉണ്ടാവില്ല. ഇതന്നെ സംഗതി. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളെ ലീസ്റ്റ് ചെയ്താലേ ആത്മാവിൻ്റെ ആവശ്യത്തിനാണോ ശരീരത്തിൻ്റെ ആവശ്യത്തിനാണോ എന്ന് പരിശോധിച്ചാൽ മതി. ശരീരത്തിൻ്റെ കാര്യങ്ങൾക്കാണെങ്കിൽ ആത്മാവിൻ്റെതിന് നേരം ഉണ്ടാവില്ല, ആത്മാവിൻ്റെതിനാണെങ്കിൽ ശരീരത്തിൻ്റെതിന് നേരം ഉണ്ടാവില്ല. ഇതാണ് സംഗതി. സൂഫിയാക്കളായ ആളുകൾ, ഔലിയാക്കളായ ആളുകൾ ആത്മാവിൻ്റെ ഹാജത്തുകൾക്ക് പ്രാധാന്യം നൽകും. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ വളരെ അപ്രസക്തമായിരിക്കും. ഊണും മൂറക്കുമാതൊന്നുമേ കൂടാതെ 40 ഇറ്റാണ്ടോളം ചുറ്റി നടന്നോവർ. ഗൗസുൽ ആലമിനെ കുറിച്ച് ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആത്മാവിൻ്റെ ഹാജത്തുകൾക്ക്, ആത്മാവിൻ്റെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട്. അതിനുള്ള മാതൃകയാണ് യഥാർത്ഥത്തിൽ നമുക്ക് അത്തിപ്പറ്റ ഉസ്താദ് എന്ന് പറയണത്. ആത്മാവിൻ്റെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃക. ഇവിടെ ഒരുപാട് ആളുകൾ അവരവർക്കുള്ള ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞു. ഒരുപാട് ആളുകൾ പറഞ്ഞു, എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, മരിച്ചെന്നതിൻ്റെ ശേഷം ഒരു ഹിസാബ് ഉണ്ടാവും. മരിച്ചെന്നാലൊരു ഹിസാബ് ഉണ്ടാവും. ഹിസാബ് നടക്കുന്ന സമയത്ത് ഹദീസിൽ കാണാം, ഹിസാബ് നടക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പടച്ചോനോട് പറയും, പടച്ചോനെ എന്താടാ ജി എനിക്ക് ഇബാദത്ത് ചെയ്യാഞ്ഞതെന്ന് ചോദിക്കും അല്ലാഹു തആല. അപ്പോൾ അവൻ പറയും, പടച്ചോനെ എനിക്ക് ഒരുപാട് തെങ്ങളപ്പും റബ്ബർ എസ്റ്റേറ്റും ജ്വല്ലറിയും സൂപ്പർ മാർക്കറ്റും ഒക്കെ കൂടിയാണ്ട് നോക്കി എത്തിയിട്ട് പിന്നെ അവസാനം നിക്കരിച്ചാൽ നേരം കിട്ടണ്ടേ, അതുകൊണ്ട് എന്നാലും ഞാൻ അത്യാവശ്യം ഫർളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ സുലൈമാൻ നബിനെ കൊണ്ടുവരും. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടുവരും. എന്നിട്ട് പറയും, എൻ്റെ അടിമയായ സുലൈമാനേക്കാൾ എനിക്ക് മുതലൊന്നുമില്ലല്ലോ, മൂപ്പർക്ക് എല്ലാവരും നേരം കിട്ടിയിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ വേറൊരാൾ വരും, പഠിച്ചോനെ ദണ്ണായിരുന്നു, കാലുമുട്ട് വേദന, ഊരവേദന, എപ്പോഴും ആശുപത്രിയിലായിരുന്നു, ഇടങ്ങേറായിരുന്നു എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുന അയ്യൂബ് അലൈഹി ഇസ്ലാമിനെ കൊണ്ടുവരും. അങ്ങനെ തന്നെ ഉണ്ട് ഹദീസിൽ. ഞാൻ പറയുമ്പോൾ ഒന്ന് ചൊറുക്കൂട്ടി പറഞ്ഞിട്ടുണ്ടാവുന്നേ ഉള്ളൂ, സംഗതി ഹദീസിലുള്ളതാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടുവരും. കൊടുന്നിട്ട് പറയുന്നത്, എൻ്റെ അടിമയായ അയ്യൂബിനേക്കാൾ ദണ്ണൊന്നും എനിക്കുണ്ടായിട്ടില്ലല്ലോ എന്ന് ചോദിക്കും. നമ്മൾ മരിച്ചെന്ന് ഹിസാബ് നടക്കുമ്പോൾ ആ കബറിൽ കിടക്കുന്ന മെയ്തിമുട്ടിയോലെ കൊടുന്നിട്ട് ചോദിക്കും, ഈ ആളെ കാലത്തല്ലേ ജീവിച്ചത് എന്ന് ചോദിക്കും. എന്നിട്ട് എന്തേ സുന്നത്ത് കരിച്ചാഞ്ഞത്, എന്നിട്ട് എന്തേ ഖുർആനോ താഞ്ഞത്,
എന്നിട്ട് എന്തേ റമദാനിൽ ഈത്തിക്കാഫ് ഇരിക്കാഞ്ഞതെന്ന് ചോദിക്കും. നമ്മളെ മുമ്പിലുള്ളൊരു മാതൃകയാണ്. ഒരു മനുഷ്യന് വലുതാവാൻ കഴിയും എന്നതിൻ്റെ തെളിവാണത്. മനുഷ്യന് വലുതാവാൻ പറ്റും. മലക്ക് മനുഷ്യൻ്റെ താഴെ വരുള്ളൂ എന്നാണ്, മേലെ പോവില്ല. മുഅ്മിനിന്റെ സ്ഥാനം അള്ളാഹുവിൻ്റെ അടുക്കൽ മുഖറബായ ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ മുകളിലാണെന്ന് ഹദീസിലുണ്ട്. മനുഷ്യൻ എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യന് നന്നാവാനും കേടുവരാനും കഴിയും, മലക്കിന് കേടുവരാൻ കഴിയൂല. ഒരു മലക്ക് കള്ളുടിച്ചില്ല എന്നുള്ളതിൽ അജബില്ല, ആ മലക്ക് വ്യഭിചരിച്ചില്ല എന്നുള്ളതിൽ ഒരു അത്ഭുതമില്ല. കാരണം മലക്കിനതിന് കഴിയൂല. മനുഷ്യൻ കള്ളുടിച്ചില്ല എന്നത് അജബാണ്, കാരണം അവനതിന് കഴിയും. മനുഷ്യൻ വ്യഭിചരിച്ചില്ല എന്നത് അത്ഭുതമാണ്, കാരണം അവനതിന് കഴിയും. മലക്കിനെ സംബന്ധിച്ച് അതിന് കഴിവില്ല. ജിന്നിനെ സംബന്ധിച്ച് വ്യത്യാസമാണ്, മൃഗത്തെ സംബന്ധിച്ച് വ്യത്യസ്തമാണ്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹുവിന്റെ അസ്റാറുൽ മുഹഖീനിൽ ആത്മാക്കളെ കുറിച്ച് പറയുന്നിടത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. മനുഷ്യന്റെ ആത്മാവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആത്മാവ്. അത് പ്രകാശത്തിന്റെ സത്തയിൽ നിന്നും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ജിന്നിന്റെ ആത്മാവ് അഗ്നിയുടെ സത്തയിൽ നിന്നും, പക്ഷിമൃഗാദികളുടെ ആത്മാവ് വായുവിന്റെ സത്തയിൽ നിന്നുമാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് സയ്യിദുന അബ്ദുറഹ്മാൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹുവിന്റെ അസ്റാറുൽ മുഹഖീനിലുണ്ട്. അബ്ദുറഹ്മാൻ നഖ്ശബന്ദി എന്ന് പറഞ്ഞത് നമ്മളെ താനൂര് മറവിട്ട് കിടക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞേക്കുമ്പോൾ ഏതോ ലോകത്തുള്ള ആളെ പറ്റി പറയുകയാണെന്ന് തോന്നണ്ട. നമുക്ക് നമ്മളെ നാട്ടുകാർ തന്നെ മുഴുവൻ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ശരി. നമ്മളെ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്. റൗള ഷരീഫ് തുറപ്പിച്ച മനുഷ്യൻ നമ്മളെ മലപ്പുറം ജില്ലയിലുണ്ട്, ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. ആയിക്കൂടെ പോകുമ്പോൾ പോലും കയറി വെക്കാൻ നമുക്ക് നേരം കിട്ടണില്ല. പിന്നെ എന്താ കാട്ടുക? റൗള ഷരീഫ് തുറപ്പിച്ച മനുഷ്യനാണത്. ആയിക്കൂടെ എങ്ങനെയാണ് പോകുമ്പോൾ നേരം ഉണ്ടെങ്കിൽ പോലും ഒന്ന് ഇറങ്ങിങ്ങാണ്ട് അൽ ഫാത്തിഹ എന്ന് പറയാൻ നമുക്ക് ഒഴിവില്ല. നമുക്ക് നമ്മളെ ജില്ലക്കാരെ മുഴുവൻ മനസ്സിലായിട്ടില്ല, നമ്മളെ നാട്ടുകാരെ മുഴുവൻ മനസ്സിലായിട്ടില്ല. ഇതൊക്കെയാണ് ഇപ്പം നമ്മളൊരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അബ്ദുറഹ്മാൻ നഖ്ശബന്ദി പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ്റെ ആത്മാക്കളെ കുറിച്ചുള്ള ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പ്രധാനപ്പെട്ട ആത്മാവിനെ നൽകിയിട്ടുള്ളത് മനുഷ്യനാണ്. മൃഗങ്ങളെ അപേക്ഷിച്ച് അവന് പ്രത്യേകതയുണ്ട്, ജിന്നുകളെ അപേക്ഷിച്ചവന് പ്രത്യേകതയുണ്ട്, മലക്കുകളെ അപേക്ഷിച്ചവന് പ്രത്യേകതയുണ്ട്. മുഅ്മിനായ മനുഷ്യന്റെ സ്ഥാനം അല്ലാഹുവിൻ്റെ അടുക്കൽ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുകളിലാകുന്നു എന്നാണ്, താഴെയല്ല. ഈ ഉമ്മത്ത് വളരെ പ്രധാനപ്പെട്ട ഉമ്മത്താണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്. ഹല്ലുക്കും ഫിദ്ദുനിയാ ഇയ്യായ വഹല്ലി ഫിദ്ദുനിയാ ഇയ്യാകും ഹബീബുനാ റസൂലുള്ളാഹി. അള്ളാഹു ദുനിയാവിൽ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ നിങ്ങളുടെ നബിയായതാകുന്നു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായി എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. ആധുനികമായ അത്യാധുനികമായ ഏത് വിഷയങ്ങളെയും നമുക്ക് അത്തിപരുസ്താദ് എന്ന് പഠിക്കാൻ പറ്റും. അത്യാധുനികമായ ഏത് വിഷയങ്ങളെയും പഠിക്കാം. ഞാൻ ഇപ്പം അടുത്ത കാലത്ത് ഡ്രൈവിങ്ങിനെ ഒന്ന് ഇസ്ലാമികമായി പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഇസ്ലാമികമായി പഠിക്കുന്ന കൂട്ടത്തിൽ ഡ്രൈവിങ് ഇസ്ലാമികമായി പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. ആദ്യം വായിക്കാനുള്ളത് അത്തിപരുസ്താദിനെയാണ്. ഡ്രൈവിങ് എന്ന് പറഞ്ഞാൽ വളരെ പുണ്യമായൊരു അമലാണ്. ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആളുകൾക്ക് ഒരേ സമയത്ത് ഖിദ്മത്തെടുക്കാനുള്ള അവസരം ഡ്രൈവർക്കാണുള്ളത്. ഒരു മനുഷ്യന് ഖിദ്മത്തെടുക്കാൻ ഒരാൾക്കല്ലേ ഒരു സമയത്ത് പറ്റുള്ളൂ. ഒരുപാട് ആളുകൾക്ക് ഒരേ സമയം ഖിദ്മത്തെടുക്കാനുള്ള അവസരം ഡ്രൈവർമാർക്കുണ്ട്. ഈ ലോകത്തെ ഏറ്റവും പരിശുദ്ധമായ സ്വഭാവം ഡ്രൈവർമാർക്കാണ് ഉണ്ടാവേണ്ടിയിരുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ അരക്കെന്ന് കീഴ്പ്പെട്ടുള്ള വർത്താനല്ലാതെ ഒരു പറയണില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ലോകത്തെ ഏറ്റവും നല്ല സ്വഭാവം ഓൽക്കാ വേണ്ടിയെന്ന്. അങ്ങനെയുള്ള ആരും ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെയാണ് വേണ്ടത്. ഇതാണ് ഈ പറയണത്. ഡ്രൈവിങ് പഠിക്കണം. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഡ്രൈവ് ചെയ്തിരുന്നു. അന്നത്തെ വാഹനമായ കുതിരയെയും ഒട്ടകത്തെയും കഴുതയെയും ഓടിച്ചിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉച്ച സമയത്ത് ഒരു സഹാബിയുടെ വീട്ടിലേക്ക് പോയി. ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു പോരുമ്പോൾ ആ സഹാബി വര്യൻ പറഞ്ഞു, ഇവിടെ ഒരു കുതിര ഉണ്ട്, നിങ്ങൾ നടന്നുങ്ങാണ്ട് വെയിലത്ത് പോയിട്ട് ഷെയ്പ്പാണ്ട, ഇൻ്റെ വണ്ടി കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞു. ഈ വണ്ടി പോയിക്കോളി, ഇൻ്റെ മോനെ അതിൻ്റെ പിന്നിലിരുന്നുങ്ങാണ്ട് പോന്നോളും, വണ്ടി തിരിച്ചു പോകാൻ കൊടുന്നോളും എന്ന് പറഞ്ഞു.
മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ മോനെ ഒപ്പം പോരുകയാണെങ്കിൽ ഓ മുന്നിലിരുന്നോട്ടെ പറഞ്ഞു. വീട്ടുകാരൻ പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ ഇരിക്കാൻ മാത്രമൊന്നും എൻ്റെ മോനില്ല, അതുകൊണ്ട് അവൻ ബാക്കിലിരിക്കും എന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞു, വാഹനത്തിൻ്റെ ഉടമ വാഹനത്തിൻ്റെ മുമ്പിലാണ് ഇരിക്കേണ്ടത്, അതിന് പറ്റൂലെങ്കിൽ ഓ എൻ്റെ ഒപ്പം പോരണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് വന്നുങ്ങാണ്ട് വാഹനം കൊടുന്നോട്ടേ പറഞ്ഞു. ഏതായാലും നബി നിങ്ങളെ മുമ്പിൽ ഇരിക്കാൻ പറ്റൂല, ഓൻ കുറച്ച് കഴിഞ്ഞ് വന്ന് കൊടുന്നോളും എന്ന് പറഞ്ഞു. ഒപ്പം കൊണ്ടുപോയില്ല. വാഹനത്തിൻ്റെ ഉടമ വാഹനത്തിൻ്റെ മുമ്പിലാണ് ഇരിക്കേണ്ടത്. പഴയ കാലത്ത് അംബാസഡർ കാർ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും ബാക്കിലായിരുന്നു ഇരുന്നത്. ഇപ്പം മുന്നിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പം എല്ലാവരും മുതലാളിമാരൊക്കെ മുന്നിലായിരിക്കുക, വാഹനത്തിൻ്റെ ഉടമ മുമ്പിലായിരിക്കണ്ടേ. ഉടമസ്ഥൻ ആരാണോ അയാൾ മുമ്പിലിരിക്കണം, ബാക്കിയുള്ളവർ ബാക്കിലിരിക്കണം. എന്താ പറയാൻ കാരണം എന്താ വെച്ചാൽ, എന്ത് വിഷയം പഠിക്കുമ്പോഴും ആദ്യത്തെ പാഠം നമുക്ക് അത്തിപ്പറ്റസ്ഥാൻ്റെ അവിടുന്ന് തുടങ്ങാം. യാത്രയുടെ രേഖകൾ മുഴുവനും കൈവശമില്ലാത്ത ആളെ കൂട്ടെ കൊണ്ടുപോകില്ല എന്ന് മാത്രമല്ല, വയ്യെന്നിറക്കിയത് ഉസ്താദിൻ്റെ സ്മരണികയിലുണ്ട്. യാത്രയിൽ ആവശ്യമായ രേഖ കയ്യിലില്ലാത്ത ആളെ ഒന്നും സംഭവിക്കൂല, ആകാശം പൊഴിഞ്ഞുകൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ എന്താ വിചാരിക്കുക, അത് ഒപ്പാണ് പോട്ടെ, ഒരു 100 രൂപ ഫൈൻ അടച്ചാൽ മതിയാവും, ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നാണ്. ഒപ്പം കൊണ്ടുപോയില്ല, വൈക്കണ്ട് ഇറക്കി, ഇഞ്ച് പോയി എടുത്തിട്ട് അടുത്ത വണ്ടിക്ക് വന്നു പറഞ്ഞു. യാത്രയിൽ ആവശ്യമായ രേഖ കൈവശമില്ല, കൊണ്ടുപോയില്ല, ഉസ്താദിൻ്റെ സ്മരണികയിലുണ്ട്, വായിച്ചു നോക്കിക്കോളി. ഏത് ആധുനികവും അത്യാധുനികവുമായ ഏത് വിഷയം പഠിക്കുകയാണെങ്കിലും ആത്തിപ്പറ്റ ഉസ്താദിൻ്റെ ഇരുന്ന് പഠിക്കാൻ പറ്റും. അതന്നെ ഉസ്താദിൻ്റെ ഇരുന്ന് പഠിക്കാൻ പറ്റും. സീറ്റ് ബെൽറ്റ് ധരിക്കാതെ ഇരിക്കാറുണ്ടായിരുന്നില്ല. വണ്ടിയിൽ കയറിയാൽ ഉടനെ ഡ്രൈവറോട് ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു ബെൽറ്റ് ധരിക്കാൻ. സീറ്റ് ബെൽറ്റ് ധരിക്കാതെ ഇരിക്കൂല, വണ്ടി കയറി അപ്പോൾ ഡ്രൈവറോട് ഓർമ്മപ്പെടുത്തും ബെൽറ്റ് ഇടാൻ, എന്നിട്ടാ പോവുക. ഏറ്റവും കൂടുതൽ വിനയമുണ്ടാവേണ്ട ആളുകൾ ഡ്രൈവർമാരാണ്. ഏറ്റവും വിനയത്തിൻ്റെ അടയാളാണ് എതിരെ ഒരു വണ്ടി വരുമ്പോൾ ഡിമ്മടിച്ചു കൊടുക്കുക എന്നുള്ളത്. അതൊരു വിനയത്തിൻ്റെ അടയാളമാണ്. ഞാൻ അതൊക്കെ പറഞ്ഞത് എന്താ വെച്ചാൽ, ആധുനികവും അത്യാധുനികമായ ഏത് വിഷയവും നമുക്ക് ആത്തിപ്പറ്റ ഉസ്താദിൻ്റെ ഇരുന്ന് പഠിക്കാൻ പറ്റും. അതന്നെ സംഗതി. ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ എങ്ങനെ പ്രായോഗികമായി കൊണ്ടുവരാം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും, സ്റ്റേജുമുള്ളവരും സദസ്സിലുള്ള എല്ലാവരും ഉസ്താദിൻ്റെ മുഹിബ്ബീങ്ങളാണ്. എല്ലാവരും അള്ളാഹു അത് അവൻ ഇഷ്ടപ്പെടുന്ന ഒരു മഹബത്തായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ദുനിയാവും ആഖിറും സലാമത്താകാൻ അത് നമുക്കൊരു വഴിയാക്കി തരട്ടെ. ഉസ്താദിൻ്റെ സമീപനങ്ങളെ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. വേറെ ഉള്ള ഒരാളിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ദർജ മനസ്സിലാക്കി മാത്രമേ പ്രയോഗിക്കാൻ പാടുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാനൊന്ന് വിശദീകരിച്ച് പറയാം. അതായത് നമ്മളെ ജീവിതത്തിൽ ഉസ്താദ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതേമാതിരി ഉണ്ടാവണം. പക്ഷെ മറ്റൊരാളോട് ഉസ്താദിൻ്റെ സമീപനം ഉണ്ടായത് അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റൂല. അത് ഉസ്താദിൻ്റെ ആ ദർജയിലുള്ള ആളുകൾക്കേ പറ്റുള്ളൂ. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതായത് ഉസ്താദ് ഇപ്പോൾ നെരിയാണിക്ക് താഴെ വസ്ത്രം ഉള്ള ഒരാളെ കണ്ടാൽ അപ്പം പറയും, അത് നേരാക്കിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കോളെ. സ്ഥിരമായി കൂടെ നടക്കുന്ന ആൾക്കാർക്ക് അറിയാം, എല്ലാവരോടും പറയില്ല. ഭൂരിഭാഗവും പറഞ്ഞിട്ടുണ്ടാവും. എന്താ കാരണം എന്താ, ഞങ്ങൾ ഉസ്താദ് അങ്ങനെ ചെയ്തിരുന്നു എന്ന് നമുക്ക് പറയാം. പക്ഷെ നമ്മൾ ഉസ്താദിൻ്റെ മാതിരി ആകരുത്, അതിന് കുറച്ചുകൂടി കാലം കഴിയാണ്ട്. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്, നിങ്ങളെ കാര്യമല്ല കേട്ടോ. നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. 40 ആൾക്കാരുണ്ടെങ്കിൽ ഒരു വലിയ ഉണ്ടാവും, ഞാനാ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യം ഏതായാലും പറയാമല്ലോ. ആ ഹദീസ് എങ്ങനെയാണെന്ന് അറിയാം. ആ ഹദീസ് ശരിക്ക് പഠിക്കണം. ആ ഹദീസിലുള്ളത് ഒരാൾ മൻ ജറ ഇസാറഹു ഹുയലാ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ എന്നാണ് ഹദീസിലുള്ളത്. മൻ ജറ ഇസാറഹു ഹുയലാ, ഒരാൾ അഹങ്കാരിയായി വസ്ത്രം വലിച്ചിഴച്ചാൽ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ, അവൻ്റെ സീറ്റ് അവൻ സ്വർഗത്തിൽ റിസർവ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഹദീസിലുള്ളത്. ഓന് അഹങ്കാരി ആയിട്ടാണോ അങ്ങനെ, അതോ ഓൻ്റെ തുണി വലുപ്പ് കയറിയതാണെന്ന് ഞമ്മക്കറിയില്ല, ഉസ്താദിനറിയാം. അതുകൊണ്ട് ഉസ്താദ് പറഞ്ഞ വാക്ക് നമ്മളെ സംബന്ധിച്ച് ഓക്കെ ആയിരിക്കും, വേറൊരാളിൽ അതേമാതിരി അപ്ലൈ ചെയ്യരുത്. പിന്നെ എന്ത് പറ്റും, അത്തിപ്പറ്റ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞീന്നു എന്ന് പറയാൻ പറ്റും. മൂപ്പരിലേക്ക് ചേർക്കണം, നമ്മളിലേക്ക് ചേർക്കരുത്. നമ്മളിലേക്ക് ചേർക്കണമെങ്കിൽ നമുക്ക് അത്ര യോഗ്യത വേണ്ടേ? നമുക്ക് ആ യോഗ്യത വേണമല്ലോ, അതില്ലല്ലോ. അതേ സമയത്ത് നമ്മളെ കുറിച്ചാകുമ്പോൾ നമ്മളത് 100% എടുക്കണം. മറ്റൊരാളിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആ ദർജയിലേക്ക് പോയ ആളായിരിക്കണം. ഒരു മനുഷ്യൻ്റെ തുണി നെരിയേണ്ട താഴാവാൻ പല കാരണം ഉണ്ടായിരിക്കും. ഉസ്താദിന് അതറിയാം എന്ത് കാരണമാണെന്ന്. നമുക്ക് എങ്ങനെ അറിയാം?
നമുക്കതറിയില്ലല്ലോ, പല കാരണം ഉണ്ടാവും. നെരിയാണ്ട് അവിടെ ഒരു മുറിയായിട്ട് ആരും കാണണ്ടെന്ന് എഴുതിയിട്ടാണെങ്കിലോ അങ്ങനെ ഉണ്ടാവാലോ. അപ്പൊ അതുകൊണ്ട് പറയുമ്പോൾ നല്ലോണം സൂക്ഷിക്കണം. ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. അതേ സമയത്ത് നമ്മളുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യത്തിൽ 100% ആയിരിക്കണം. നമ്മളുമായി ബന്ധപ്പെടാത്ത മറ്റൊരാളുമായി ബന്ധപ്പെടുന്ന വിഷയമാണെങ്കിൽ അതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. ആ യോഗ്യത ഉസ്താദ് പലർക്കും കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും തന്നിട്ടില്ലല്ലോ. അപ്പൊ എനിക്കൊക്കെ തരണ്ടല്ലേ? എല്ലാവർക്കും തന്നിട്ടില്ല. അതതിന് പറ്റിയ ആൾക്കാർ കൊടുത്തിട്ടുണ്ട്, ഓർക്ക് പറ്റും. എല്ലാവരും അതേമാതിരി അഭിനയിക്കാൻ പറ്റൂല. നിങ്ങൾക്ക് എന്നോട് എന്ത് തോന്നിയാലും വേണ്ടില്ല. ഉസ്താദ് വലിയ ദറജയിലാണ്, ഞാൻ ആ ദറജയിലല്ല. നമ്മൾ ആ ദറജ അഭിനയിക്കാൻ ശ്രമിക്കരുത്. ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞതിനൊരു വിരോധമില്ല, നമ്മൾ അതേമാതിരി പറയരുത്. അതേ സമയത്ത് സ്വന്തം കാര്യത്തിലാണെങ്കിലോ നമുക്ക് സ്വന്തം കാര്യത്തിലൊരു ബേജാറും ഇല്ലല്ലോ, വേറുള്ളവരുടെ കാര്യത്തിലാണ് എല്ലാ ബേജാറും. അവനവൻ്റെ കാര്യത്തിലൊരു ബേജാറും ഇല്ല. ഒരാളിപ്പോ പള്ളിയിൽ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പള്ളിൻ്റെ മുന്നിൽ കൂടെ നിസ്കരിക്കാൻ കയറിയാതെ എങ്ങനെയാണ് പോവുകയാണെങ്കിൽ അത് ഓന് അത്യാവശ്യമായിട്ട് കക്കൂസ് പോകാൻ മുട്ടിയിട്ട് ഇക്കാരെന്ന് വിചാരിക്കാൻ ഒരു തടസ്സമില്ല. അതേ സമയത്ത് ആ പോയത് നമ്മളാണെങ്കിൽ അങ്ങനെ വിചാരിക്കാൻ പറ്റൂല. നമ്മൾ നേരെ തിരിച്ചാണ്. നമ്മൾ ചെയ്യണതിനൊക്കെ നമുക്ക് വലിയ ന്യായമുണ്ട്, വേറെയുള്ളതിനൊന്നും ഒരു ന്യായവും ഇല്ല. അങ്ങനെയാണ്. നമുക്ക് ഒരു ന്യായം ഉണ്ടാവരുത്, വേറെയുള്ളവർക്കൊക്കെ ന്യായം വേണം. പിറ്റേന്ന് മൂപ്പർ അതേ നേരത്ത് പോയാലോ ഇന്നലെ മുട്ടി അതേ നേരത്ത് ഇന്നും മുട്ടാൻ സാധ്യത ഉണ്ട് എന്നാണ് വെക്കേണ്ടത്. അതേ സമയത്ത് ആ പോണ ആൾ നമ്മളാണെങ്കിലോ ന്യായം പറയരുത്, കയറി നിൽക്കരിച്ചിട്ട് വേണം പോകാൻ. ഇതന്നെ വ്യത്യാസം, ഇതാണ് വ്യത്യാസം. മറ്റതിന് വലിയ യോഗ്യത വേണം. ആ യോഗ്യത ഉള്ള ആൾക്കാണ് നമ്മൾ ഷേഖ് മുറബി എന്ന് പറയുന്നത്. യോഗ്യത ഉള്ള ആളുകൾക്കാണ് മുറബിയായ ഷേഖ് എന്ന് പറയുന്നത്. അതുകൊണ്ട് മഹാനായ ഉസ്താദ് നമുക്ക് വലിയ സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ സന്ദേശങ്ങളെ നമ്മളെല്ലാ നിലക്കും ഉൾക്കൊള്ളണം. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമങ്ങളെയും ചര്യകളെയും എങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരാം എന്നത് വ്യക്തമായി കാണിച്ചു. ജീവിതത്തിൽ അത്രയും മാതൃകയായി എല്ലാ വിഷയങ്ങളെയും, വളരെ മൈന്യൂട്ടായ വിഷയങ്ങൾ വരെ. സൂഫിയെ സംബന്ധിച്ച് അവരുടെ ഫിഖ് സൂഫിസത്തിൻ്റെ ഭാഗമായിരിക്കും. കർമ്മശാസ്ത്രം ഫിഖാണെന്ന് നമുക്ക് മനസ്സിലാവുക കൂടിയും ചെയ്യൂല, അങ്ങനെയാണ് ചെയ്യാം. ഇപ്പൊ ഭക്ഷണം കഴിച്ചതിന് ശേഷം വിരലി ഈമ്പണം. വിരലി ഈമ്പുമ്പോൾ ആദ്യം ഈമ്പേണ്ടത് നടുത്ത വിരലാണ്. എന്താ കാരണം? നടുവിലെ വിരലാണ് ഭക്ഷണം കഴിക്കാൻ കൂടുതൽ സഹായിക്കണ വിരല്, കൂടുതൽ അധ്വാനിക്കുന്നത് ഈ വിരലാണ്. നമ്മൾ 3 വിരലുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ കൂടുതൽ അധ്വാനം നടത്തുന്ന വിരൽ ഇതാണ്. അപ്പോൾ ഈമ്പ് എന്ന് പറഞ്ഞത് സ്നേഹപ്രകടനമാണ്. ആദ്യം സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് അതിനോടാണ്. അതാണ് അതിൻ്റെ കാരണം. ഇത് യാനത്തിലുള്ള സംഗതിയാണ്. ഇത് ഫിഖ് ആകുന്നു. ഈ സാധനം ഒരു ഫിഖ് ആണ്. അപ്പോൾ സൂഫിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഫിഖിൻ്റെ അപ്പുറത്തല്ല. ഫിഖ് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഫിഖിലെ ഓരോ ചെറിയ മൈന്യൂട്ടായ കാര്യങ്ങളെ പോലും അവരവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതായി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ ഒരു ഇസ്ലാമികമായ ജീവിതം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ സൗഭാഗ്യം നൽകിയിട്ടുള്ളൊരു വിഭാഗമാണ് സുന്നികൾ പറയണത്. എന്താ അങ്ങനെ പറയാൻ കാരണം എന്താ നിങ്ങൾ? നമ്മളോട് ഇപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, ഒന്ന് ദ്വാരപ്പിക്കേണ്ടിയിരുന്നു, ഇജാബത്തുള്ള ഒരാളെ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ പേരും നമുക്കിപ്പോൾ പറഞ്ഞു കൊടുക്കാൻ കഴിയും, ഫോൺ നമ്പറും പറഞ്ഞു കൊടുക്കാൻ കഴിയും, സ്ഥലവും പറഞ്ഞു കൊടുക്കാൻ പറ്റും. സുന്നികളല്ലാത്ത വേറെ ആരോട് വന്നിട്ടും ഒന്ന് ദ്വാരപ്പിക്കാൻ പറ്റിയ ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പിന്നെ എജാണ് ദ്വാരനോട് അറിയും. നമ്മളെ വലിയൊരു ഭാഗ്യമുള്ളത് ദ്വാരപ്പിക്കാൻ പറ്റിയ ആള്, ദ്വാക്ക് ഇജാബത്തുണ്ട് എന്ന് 100% ഉറപ്പുള്ള ആൾ നമുക്കുണ്ട് എന്നുള്ളത് നമുക്ക് അല്ലാഹു തആല ചെയ്ത വലിയൊരു നിഅമത്താണ്. എന്ന മാതിരത്തെ ഒരു ചോദ്യമാണ്, പരിപൂർണമായും ഇസ്ലാമിക ജീവിതം നയിക്കുന്ന ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരാൾ അത്തിപ്പറ്റ മുഹ്യിദ്ദീൻ കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ആൾ. ആർക്കും വലുതാവാം, ഏത് മനുഷ്യനും അധ്വാനിച്ചാൽ നേടാൻ കഴിയാത്ത ഒരു സംഗതിയില്ല. നുബുവത്ത് മാത്രം അധ്വാനിച്ചാൽ നേടാൻ കഴിയില്ല. ഒരാൾ നബി ആകണമെന്ന് വിചാരിച്ചിട്ട് 20,000 റക്അത്ത് നിസ്കരിച്ചാലും ആവൂല. എന്താ കാരണം? അത് അള്ളാഹുവിൻ്റെ ഇസ്തിഫാ ആണ്. നബി ആവുക എന്നുള്ളത് അള്ളാഹു തആല നേരത്തെ തിരഞ്ഞെടുക്കുന്നതാണ്. അതിൽ താഴെ ഏതും ആവാൻ പറ്റും, അതിൽ താഴെ ഏതും ആകാം. അറബി മനുഷ്യൻ്റെ മകന് വലിയാകാൻ പറ്റും എന്നതിൻ്റെ തെളിവാണ് ആ കിടക്കുന്നത്. മോശാക്കാൻ പറഞ്ഞതല്ല, വിഷയങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ അങ്ങനെ പറയണമെന്ന് എഴുതിയിട്ട് പറഞ്ഞതാണ്. അറബി ഭാഷ മകനെ മുറബിയായ വലിയാകാൻ പറ്റും എന്നതിൻ്റെ തെളിവാണ് ആ കിടക്കുന്നത്. വറകട്ടേറിൻ്റെ മകന് കുത്തുബാകാം എന്നതിൻ്റെ തെളിവാണ് ഗൗസുൽ ആദം സുൽത്താൻ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. മുഹ്യിദ്ദീൻ ഷേഖിൻ്റെ വാപ്പ വറകട്ടേറിനാണ്. മോശാക്കാൻ പറഞ്ഞതല്ല, സംഗതി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറഞ്ഞതാണ്.
അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു എന്ന ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് കാട്ടിൽ പോയി വിറക് വെട്ടി ശേഖരിച്ച് കെട്ടാക്കി കൊണ്ടുവന്ന് അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിറ്റിട്ട് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് റൊട്ടി വാങ്ങി കഴിക്കുകയും ബാക്കി സ്വതക്ക ചെയ്യുകയും ചെയ്യുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു. ആർക്കും വലുതാവാം. ഗൾഫിക്ക് പോയവനും വലുതാവാം, പോകാത്തവനും വലുതാവാം. ഹോട്ടലിൽ ജോലി ചെയ്തവനും വലുതാവാം, ചെയ്യാത്തവനും വലുതാവാം. ഒക്കെ പറ്റും. പള്ളിക്ക് ജോലി എടുത്തവനും വലുതാവാൻ പറ്റും, എടുക്കാത്തവനും വലുതാവാൻ പറ്റും. എല്ലാവർക്കും വലുതാവാൻ പറ്റും. തഹസീലായ മൂല്യർക്കും വലുതാവാം, തഹസീലാകാത്ത മൂല്യർക്കും വലുതാവാം. എല്ലാവർക്കും വലുതാവാം. ചില സംഗതികൾ വളരെ പ്രധാനമാണ്. ചില പേര് വളരെ പ്രധാനമാണ്. മുഹിയുദ്ദീൻ എന്ന പേര് തന്നെ വളരെ പ്രധാനമാണ്. ആ പേരെന്നെ വളരെ പ്രധാനപ്പെട്ടൊരു പേരാണ്. അബൂബക്കർ എന്ന പേര് വളരെ പ്രധാനമാണ്. അബൂബക്കർ എന്ന വാപ്പ സിദ്ദീഖുൽ അക്ബറിൻ്റെ പേരാണ് എന്ന് കരുതിയിട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ജോയിൻറ്റ് സെക്രട്ടറി എങ്കിലും ആവുന്നതാണ്. ജനറൽ സെക്രട്ടറി ആയില്ലെങ്കിലും എന്തെങ്കിലും ആവും, ജോയിൻറ്റ് സെക്രട്ടറി എങ്കിലും ആവും. എന്ത് കരുതിയിടണം? അബൂബക്കർ സിദ്ദീഖിൻ്റെ പേരിൻ്റെ മകനിടട്ടെ എന്ന് കരുതിയിട്ട് വാപ്പെട്ടതാണെങ്കിൽ, മുഹ്യിദ്ദീൻ ഷേഖിൻ്റെ പേരിൻ്റെ മാന് ഇടട്ടെ എന്ന് കരുതിങ്ങാണ്ട് വാപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന നേട്ടം വളരെ ചില്ലറന്നല്ല, വളരെ വലുതാണ്. പേരുകൾ വളരെ പ്രധാനമാണ്. ആ പേര് വളരെ ഒരു പ്രതാപമുള്ള പേരാണ്. ഒരുപാട് മഹത്തുക്കൾക്ക് ആ പേരുണ്ട്, സ്ഥാനപ്പേരുണ്ട്. നബി ഇമാം റളിയല്ലാഹു അൻഹു മുഹ്യിദ്ദീൻ എന്നായിരുന്നു സ്ഥാനപ്പേര്. നബി ഇമാമിന് മുഹ്യിദ്ദീൻ എന്ന പേര്. ഒരിക്കൽ ബഹുമാനപ്പെട്ട സയ്യിദുന അബ്ദുല്ലാഹിൽ യാഫി റളിയല്ലാഹു അൻഹു ഒരു പാട്ട് എഴുതി, ഒരു കവിത ഇങ്ങനെ എഴുതി. മാനവറുകൾ ഇങ്ങനെ എഴുതി: ഫനൂറുൻ ളലാമുൻ വൽ ഖമാലു നഖീസത്തുൻ വമുഹീൻ മുമീതുൻ സുമ്മ കസുൽ ബഖിയതി. മഹാനായ അബ്ദുല്ലാഹിൽ യാഫി റളിയല്ലാഹു അൻഹു ലോകത്തെ മനുഷ്യരെങ്ങനെ വിലയിരുത്തിയതാണ്. അങ്ങനെ വിലയിരുത്തി മൂപ്പര് പറഞ്ഞു, പേരിങ്ങനെ കേട്ടാൽ ആദി ഖുലാത്താണെന്ന് തോന്നും. നൂറുദ്ദീൻ എന്നാണ് പേര്, ആള് സലാമുദ്ദീനാണ്. മുഹ്യിദ്ദീൻ എന്നാണ് പേര്, ആള് മുമീത്തുദ്ദീനാണ്. കമാലുദ്ദീൻ എന്നാണ് പേര്, ആള് നഖീസുദ്ദീനാണ് എന്ന് പറഞ്ഞു. അന്ന് രാത്രി ഉറക്കത്തിലെ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. മാനവറുകൾക്ക് അബ്ദുല്ലാഹി യാഫി റളിയല്ലാഹു അൻഹുവിന് ദീർഘമായ ഒരു കവിത എഴുതാൻ വേണ്ടി പ്ലാൻ ചെയ്തതായിരുന്നു. ഈ വരിയെത്തി. ഇങ്ങനെ വലിയൊരു കവിതയാണ്. ഖിഫാഹദ്ദിസാനി മിൻ ഹദീസിൽ അഹിബ്ബതി വഖദ് സകിറു മിൻ കസിറാഹിൽ മഹബ്ബതി വഅഖ്മാർ ഹുസ്നിൻ ഖദ് തജല്ലത് ലിയജ്തലു അറായിസൻ വാരിന്നനിൽ വസ്മി ജല്ലതി വലാ തഖ്ലിതി ഫീ റാഹി മുർതാഹത്തിൽ ഹവാ വമശ്ഗൂലത്തിൻ ബിൽ ഹുബ്ബി ഖല്ലാ ഖലിയതി. ദീർഘമായ കവിതയാണ്. ആ കവിതയിൽ മുഹ്യിദ്ദീൻ മുമീത്തുദ്ദീനാണ് എന്ന ഭാഗമെത്തി. ബാക്കി മൂപ്പർക്ക് എഴുതാൻ കിട്ടണില്ല. അബ്ദുല്ലാഹിൽ യാഫിക്ക് എഴുതാൻ കഴിയണില്ല. അബ്ദുല്ലാഹിൽ യാഫി മോശക്കാരനല്ല കേട്ടോ. അബ്ദുല്ലാഹിൽ യാഫി ചൊല്ലിയ ഇലാഹി ഹാ അനൽ ആസി ഖലിയ എന്ന ബൈത്താണ് പഴയ കാലത്തും പുതിയ കാലത്തും മോത്തെയ്ത്ത് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. ഖബർക്ക് വെക്കുമ്പോൾ ഒരു തുണിയിലെ കടലാസിൽ എഴുതിയിട്ട് ഇങ്ങനെ മോത്ത് വെക്കണേ ആ സാധനത്തിൻ്റെ വാല് ആണ് ആര്? സയ്യിദുന അബ്ദുല്ലാഹിൽ യാഫി റളിയല്ലാഹു അൻഹു. മാനവർകൾ എഴുതിയതാണ് ആ സാധനം. ആ മാനവറുകളുടെ കവിതയാണിത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എത്തിയപ്പോൾ ബാക്കി കിട്ടണില്ല. അന്ന് രാത്രി ഉറക്കത്തിൽ ഇമാം നവവിയെ കണ്ടു. നബി ഇമാമിനെ കണ്ടപ്പോൾ നൊലോളിച്ചുകാണ്ട് പറഞ്ഞു, ഞാനൊരു വലിയ മദ്ഹുൻ നബിയുടെ അള്ളാഹി റസൂലിനെ മദ് ചെയ്തുകൊണ്ടൊരു വലിയ കവിത ഇതാ ഒരുക്കിയതാണ്. ഒരു 5-8 വരിയാണ്ട് എഴുതിയിട്ട് ബാക്കി കിട്ടണില്ലല്ലോ പറഞ്ഞു. നബി ഇമാമ ചോദിച്ചു, നിങ്ങൾ എന്തേ എഴുതിയതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെയാണ് എഴുതിയത്. നൂറുദ്ദീനൊക്കെ സലാമുദ്ദീനാണ്, കമാലുദ്ദീനൊക്കെ നഖീസുദ്ദീനാണ്, മുഹ്യിദ്ദീനൊക്കെ മുമീത്തുദ്ദീനാണെന്നാണ് ഞാൻ എഴുതിയതെന്ന് പറഞ്ഞു. അങ്ങനെ എഴുതിയോന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. എന്നാൽ ബാക്കി കിട്ടൂല പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. അപ്പം ഞാനോ എന്ന് ചോദിച്ചു. മൂപ്പര സ്ഥാനപ്പേര് മുഹ്യിദ്ദീൻ എന്നായിരുന്നു. എന്തേ പറയാൻ കാരണം എന്നറിയാം നിങ്ങൾ? അങ്ങനെ എത്തിയപ്പോൾ എന്തായി? അബ്ദുല്ലാഹി യാഫിക്ക് അപകടം മനസ്സിലായി. ഞാൻ പറഞ്ഞോടത്ത് പ്രശ്നം പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലായി. അപ്പം അടുത്ത വരി ഉറക്കത്ത് പാടി: സിവസയ്യിദിൽ ഹിബിരിൻ നബാവി വശിബി ഇമാമുൽ ഹുദാ മുഹയ്യിദ്ദീനിൻ വസുന്നതി. ഞാൻ ഇപ്പം പറഞ്ഞേന്ന് നവവിയും മൂപ്പരെ പോലത്തെ ഒരു ഒഴിവാണ് എന്ന് പാടിയപ്പോൾ ബാക്കിയിൽ കിട്ടി. ഇതാണ് സംഭവം. അപ്പം എന്താ പറയാൻ കാരണം വെച്ചാൽ, ലോക ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് ആളുകൾക്ക് മുഹ്യിദ്ദീൻ എന്ന സ്ഥാനപ്പേരുണ്ടായിരുന്നു. പേര് ചില്ലറ കാര്യമൊന്നുമല്ല. അവനെ മക്കൾക്ക് നല്ല ബർക്കത്തുള്ള പേരിട്ടോളി. അതിൻ്റെ ഗുണം
ദുന്യാവിലും അനുഭവിക്കാം, ആഖിറത്തിലും അനുഭവിക്കാം എന്നത് തന്നെയാണ് പ്രധാനം. അപ്പോൾ ഉസ്താദിനെ പറ്റി പറയുമ്പോൾ ഉസ്താദിൻ്റെ പാരമ്പര്യം, ഉസ്താദിൻ്റെ മശായിഖന്മാർ, ഉസ്താദിൻ്റെ പേര് തുടങ്ങി എല്ലാം ചർച്ചകൾക്ക് വിധേയമാക്കാവുന്ന വിഷയങ്ങളാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനുഭാവനോടൊപ്പം നമ്മളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകമായി ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളിവിടെ പറഞ്ഞതുപോലെ അഹ്ബാബ് എന്ന് പറയുന്ന ഒരു പരിപാടി ഈ വർഷം ആരംഭിച്ചിട്ടുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ ഫത്ഹുൽ ഫത്താഹിൻ്റെ വളർച്ചയിലേക്ക് ഒരു കൊല്ലത്തിൽ 2000 രൂപ വീതം നൽകുന്ന ഒരു പരിപാടിയാണത്. ഓഫീസിൽ അതിനാവശ്യമായ സംവിധാനങ്ങളുണ്ട്. പറ്റുന്നവരൊക്കെ ഈ വർഷത്തെ 2000 കൊടുത്തിട്ട് അതിൽ മെമ്പറാവണം. അടുത്ത വർഷം കൊടുക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അതിനുവേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. ഫത്ഹുൽ ഫത്താഹിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ വിജയമാണ്, അത് നമ്മുടെയും കൂടിയും വിജയമാണ്. അപ്പോൾ ആ നിലക്ക് തന്നെ അതിനെ ഉൾക്കൊള്ളണം. ഒരു വർഷത്തെ മൊത്തം 33,000 റുപ്യ മരിച്ചുപോയ ആളുകളുടെ പേരിൽ കൊടുത്തിട്ട് ദുആ ചെയ്യാൻ വേണ്ടി ഒരു സഹോദരൻ പ്രത്യേകമായി ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിൻ്റെ സവാബിനെ മരണപ്പെട്ടവരുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. വേറൊരാൾ ഇവിടെ വന്നിട്ട് കയ്യിൽ 2000 രൂപ അഹ്ബാബിലേക്ക് ഏൽപ്പിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു മുറാദുകളെ ഹാസിലാക്കട്ടെ. നമ്മളെല്ലാ സദുദ്ദേശങ്ങളെയും അള്ളാഹു തആല വീട്ടി തരട്ടെ. മഹാനായ ഉസ്താദിൻ്റെ മദദ് ഫൈളാനിനെ അള്ളാഹു നമ്മളിലേക്ക് വർഷിപ്പിക്കട്ടെ. അവിടുത്തെ നൂറാനിയത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ സലാമത്താക്കട്ടെ. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളെയും വീട്ടി തരട്ടെ. റഹ്മുർ-റഹീമായ മലിക്കുൽ ജബ്ബാറായ റഹ്മാനെ, അള്ളാഹുവെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒരുമിച്ച് കൂടിയതും വന്നതും പോയതും സഹായിച്ചതും എല്ലാം കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും എല്ലാ പിന്തുണകളെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ പങ്കെടുത്ത സദസ്സാണ്. എല്ലാവരുടെയും കൽബിൻ്റെ എല്ലാ മുറാദുകളെയും ഹാസിലാക്കണേ അള്ളാഹ്. കടങ്ങളെ വീട്ടി സലാമത്താക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൽബുകളെ നീ ശുദ്ധമാക്കണം റഹ്മാനെ. പൊന്നാര നബിയുടെ ഷഫായത്ത് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അള്ളാഹ്. ഇരുലോക വിജയികളിൽ ചേർക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുമായി ബന്ധപ്പെട്ട ഉമ്മവാപ്പമാർ, ഉസ്താദുമാർ, ബന്ധുക്കൾ, ദുആ ചെയ്യാൻ പറഞ്ഞവർ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളെ സ്നേഹിച്ചവർ എല്ലാവരുടെയും ഖബറിനെ സ്വർഗമാക്കണേ അള്ളാഹ്. ഒരുപാട് പ്രായമായ ആളുകളുള്ള സദസ്സാണ്. ആഫിയത്തും ദീർഘായുസ്സും നൽകണേ റഹ്മാനെ. കുട്ടികൾക്കും ഞങ്ങൾക്കും നാഫിയായ ഇൽമ് നൽകണേ റഹ്മാനെ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഈ ദുആയിൽ നീ പങ്കുചേർക്കണേ അള്ളാഹ്. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما ألف بين قلوبنا واصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات إلى النور ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر ذنوبنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين أوصيكم بالدعاء السلام عليكم ورحمة الله وبركاته. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.